പരിചരണം എല്ലാവരുടെയും അവകാശം എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറവൂർ നഗരസഭയും താലൂക്ക് ആശുപത്രിയും ലോക പാലിയേറ്റീവ് ദിനം വിവിധ പരിപാടികളോടെ പറവൂർ ഡോക്ടർ അംബേദ്കർ പാർക്കിൽ വെച്ച് നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ വീണ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അനുഭവപ്പെടുന്ന വൈകല്യങ്ങളിലും എല്ലാം മാനസികമായി കൂടി വിഷമിച്ചുകൊണ്ടുമാക്കിയിരിക്കുന്ന ആ ഒരു വിഭാഗം, അവർക്കായിട്ട് ഒരു ദിവസം, ഇന്ന് നിങ്ങളുടെ ദിനമാണ്. കാരണം ഇന്നത്തെ ഒരു ദിവസം നിങ്ങളിലും ഒരുപാട് കഴിവുകളുണ്ട് മനസ്സിലും, പക്ഷെ അത് പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത പല സാഹചര്യങ്ങളിൽ കൂടെ ആയിരിക്കും പലരും കടന്നു പോകുന്നത്. വൈസ് ചെയർമാൻ MJ രാജു അധ്യക്ഷനായി. ചെറിയ വൈകല്യങ്ങളുണ്ട് എന്നൊക്കെ സമൂഹം പറയുമ്പോഴും ഞങ്ങളെക്കാൾ വൈകല്യമില്ലാത്തവരെക്കാൾ ഗംഭീരമായി ആടാനും പാടാനും കഥ പറയാനും ചിരിക്കാനും ചിന്തിക്കാനും നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ള കഴിവ്, ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കലാണ് ഇവിടെ ഓരോ വർഷവും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റും പ്രാദേശിക ഭരണകൂടങ്ങളും നമുക്കൊന്ന് പൂർണ്ണമായും ഇവിടെ ആടാനും പാടാനും നമ്മുടെ രാജൻ ആൻ്റണി സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ട്, നിങ്ങളുടെ കഴിവുകളെ വളർത്താൻ, നിങ്ങളുടെ കഴിവുകൾ ഇപ്പോൾ ഈ അംബേദ്കർ പാർക്കിൽ നിങ്ങൾ അവതരിക്കുന്ന പരിപാടികൾ, ആ പരിപാടികളെക്കാൾ കൂടുതലായി കുറെ കൂടി നിറമുള്ള, മണമുള്ള, രുചിയുള്ള പരിപാടികൾ കോർത്തിണക്കി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് ഈ ദിനത്തെ കൊണ്ടുപോകണം. ആരോഗ്യകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള ഗോവിന്ദൻ പാലിയേറ്റീവ് കെയർ ദിനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ പേരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക്. ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്തറ ഒരു ആശംസയാണ്. പ്രതിപക്ഷ ലീഡർ TV നിതിൻ. നമുക്കെല്ലാവർക്കും അറിയാം പാലിയേറ്റീവ് പ്രവർത്തനത്തിനുള്ള പ്രാധാന്യം എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒരു 1-2 പതിറ്റാണ്ട് മുമ്പ് പാലിയേറ്റീവ് പ്രവർത്തനം എന്നുള്ള രോഗപരിചരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യ പരിചരണം എന്നുള്ളൊരു ശാഖ രൂപപ്പെട്ടത് വളരെ പെട്ടെന്ന് അത് ഇപ്പോൾ ലോകമാകമാനം പടർന്നു പന്തലിച്ച് വലിയൊരു നെറ്റ്വർക്കായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കൗൺസിലർ D രാജ്കുമാർ. ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവർക്കൊപ്പം എത്താൻ കഴിയാതെ നിൽക്കുന്ന ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുക, മറ്റുള്ളവർക്കൊപ്പം നടക്കാൻ അല്ലെങ്കിൽ അവർക്ക് മുന്നേ നടക്കാൻ അവരെ സഹായിക്കുക എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ, അതിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും പ്രതീക്ഷകളാണ്. ആശുപത്രി സൂപ്രണ്ട് ആശാ കെ ജോൺ. കൂടുന്ന സമയങ്ങളിൽ നിങ്ങളെപ്പോലെയുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഞങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്ന മീൻസ് സ്വന്തം കഴിവുകളും എല്ലാം നിയന്ത്രിക്കപ്പെട്ട് എന്നാലും കൂടി നമ്മുടെ പൊതുസമൂഹത്തിനോടൊപ്പം നടക്കാൻ വെമ്പൽ കൊള്ളുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നവരാണ്. കൊച്ചിൻ സാക്സ് ഡയറക്ടർ രാജൻ ആന്റണി പ്രഭാഷണം നടത്തി. നമുക്കറിയാം, മൃഗങ്ങളുടെ ഇടയിൽ വികലാംഗരില്ല. ഇന്നിപ്പോ വികലാംഗൻ എന്ന പദം തന്നെ നിരോധിച്ചൊരു കാലമാണ്. വിശുദ്ധാംഗൻ, അംഗപരിമിതൻ എന്നൊക്കെയാണ് പറയുന്നത്. മൃഗങ്ങൾക്കിടയിൽ അത്തരം ഒരു വിഭാഗമില്ല. കാരണം കൂടുതൽ ശക്തിയുള്ളവൻ
ശക്തിയില്ലാത്തവനെ അടിപ്പെടുത്തുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയും. കരുത്തുള്ളവൻ അതില്ലാത്തവനെ ഒതുക്കിക്കളയുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എറണാകുളം ജില്ലയിൽ തന്നെ പരിമിതിയുള്ളവർ, പ്രായാധിക്യം കൊണ്ട് പരിമിതി വന്നവരല്ല, ഞെളിഞ്ഞിരിക്കുന്ന എല്ലാവരും ഈ അവസ്ഥയിലേക്ക് വരും. അപൂർവം ചിലർ ഭാഗ്യവാന്മാരാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ അനുവും രാജുവും ഒരു മരണത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അവരുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ രാത്രിയിൽ ഹൃദയസ്തംഭനം മൂലം മരിച്ചു. ഹൃദയഭേദകമെന്ന് രാജു പറഞ്ഞു, അനു പറഞ്ഞു ഭാഗ്യവാനെന്ന്. ഞാൻ അനുവിനോട് ചേരുന്നു. അത്തരത്തിലുള്ള മരണം ഇന്ന് ഭാഗ്യമരണമെന്ന് പറയുന്ന കാലമാണ്. പാലിയേറ്റീവ് പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു. നഗരസഭാ കൗൺസിലർമാരായ PG ശശി, വനജ ശശികുമാർ, ലിജി ലൈഘോഷ്, നിമിഷ രാജൻ, ജോബി പഞ്ചിക്കാരൻ, MK ബാനർജി, VA പ്രഭാവതി, ഷൈനി രാധാകൃഷ്ണൻ, TM അബ്ദുൽ സലാം, PD സുകുമാരി, ജയ ദേവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. പറവൂർ സഹകരണ ബാങ്ക്, ഇന്നർ വീൽ ക്ലബ്ബ് എന്നിവർ ഉപഹാരങ്ങൾ നൽകി. കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.